ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് പാലപ്പത്തിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കുന്നത്. ഞാനെപ്പോഴും ഇവിടെ പൊടി മേടിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാര, ഒരു പിഞ്ച് ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ അപ്പം ഉണ്ടാക്കാനായിട്ട് മാറ്റി വയ്ക്കാറുള്ളത്. ഇത് ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഞാനെപ്പോഴും തലേദിവസം തന്നെ രാത്രി ഉണ്ടാക്കി വെക്കാറാണ് കേട്ടോ പതിവുള്ളത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നന്നായിട്ട് പൊന്തിയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട്. ഈ ഒരു ഇൻസ്റ്റൻറ്റ് പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ടിട്ട് നമുക്ക് എളുപ്പപ്പണിയാണ് കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് ഉണ്ട് ഞാൻ കുറച്ച് പരിപ്പും പീച്ചിങ്ങയും കൂടെ കൂട്ടാനായിട്ട് വെച്ചത്. അപ്പോൾ അത് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ മുറ്റടിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റായി എഴുന്നേൽക്കാനായിട്ട്, അതുകൊണ്ട് തന്നെ നേരം വെളുപ്പിനായിട്ട് മുറ്റടിക്കുന്നത് ഞാൻ വെട്ടം വീണതിന് ശേഷമായിട്ടാണ് ഇന്ന് മുറ്റടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു പുളി കിട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പുളിയുണ്ട്. അപ്പം നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള മീൻകറിയൊക്കെ വെക്കാനായിട്ട് ഈ പുളിയൊക്കെ ആയിട്ട് ഉണക്കി യൂസ് ചെയ്യാറുള്ളത്. അതിന് ശേഷം മുറ്റടിച്ചതിന് ശേഷം ഞാൻ പോയിട്ട് അപ്പം ഉണ്ടാക്കി കേട്ടോ, ബാലൻസ് അപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സ് അച്ഛൻ്റെ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയം കൊണ്ട്. അപ്പോൾ അത് അലക്കി തീരുന്ന സമയം കൊണ്ട് അപ്പം ഉണ്ടാക്കി തീർക്കാമെന്ന് കരുതിയിട്ട് വേഗം പണികളൊക്കെ ഒതുക്കുമായിരുന്നു കേട്ടോ. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് മെഷീൻ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണിയെല്ലാം ഒന്ന് അലക്കിയിട്ടതൊന്ന് ഉണക്കാനായിട്ട് വിരിച്ചിടാമെന്ന് കരുതി അങ്ങനെ അടുത്ത പരിപാടിയിലേക്ക് ഞാൻ കടന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു വെയിലുള്ളൊരു ദിവസമായിരുന്നു. ഇത്രയും ദിവസം മഴയായിരുന്നു കേട്ടോ ഇവിടെ. പണികളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും ചേട്ടനും കൂടി ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരം വരെ ഓട്ടോറിക്ഷയ്ക്ക് പോയാലേ എനിക്ക് ജോലി സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. ഞാനൊരു താൽക്കാലിക ജീവനക്കാരിയാണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണത്. അപ്പം കുറച്ച് ദൂരം നമുക്ക് ഓട്ടോറിക്ഷയിൽ തന്നെ പോകേണ്ടി വരും കേട്ടോ. ബസ്സും ഓട്ടോറിക്ഷയും ബൈക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് എൻ്റെ യാത്രകൾ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2 മണി വരെ ഉള്ളൂ എനിക്ക് ജോലി സമയം. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. ഫുഡ് കൊണ്ടുപോകാറില്ല, വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ജോലി സ്ഥലം. അപ്പോൾ വീട്ടിൽ ഞാൻ തിരിച്ചെത്തിയതിന് ശേഷം ഊണ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് അപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒരു മുട്ട ഓംലേറ്റും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പും പീച്ചിങ്ങയും പിന്നെ ഇന്നലെ നമ്മൾ ചന്തയിൽ പോയപ്പോഴത്തേക്കും ഒരു ഇഞ്ചിയുടെ അച്ചാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇഞ്ചി അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ചേട്ടൻ മസാല ദോശ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ അതും കഴിച്ചു. പിന്നെ രാത്രിത്തേക്കുള്ള കൂട്ടാൻ വയ്ക്കുവാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് മുട്ട റോസ്റ്റും പിന്നെ വെള്ളയപ്പം ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. വെള്ളയപ്പം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയും ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുട്ട തിളപ്പിക്കാനായിട്ട് വെച്ചു. അതിന് ശേഷം ചട്ടി ചൂടായപ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. വഴറ്റി കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു, അതുപോലെ തന്നെ ഗരം മസാല ഇട്ടു, ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു. പിന്നെ ഞാൻ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് മീറ്റ് മസാലയുടെ പൊടിയും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് അത് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ചൂടുവെള്ളമാണ് കേട്ടോ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ചൂടുവെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ തോട് പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ചേർക്കാം. ഞാൻ ചേർത്ത ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനൊന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ടൊന്ന് ആ ഗ്രേവി ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പപ്പണിയാണ് ഇതൊക്കെ. പെട്ടെന്ന് തന്നെ എല്ലാം നമുക്ക് സെറ്റാക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇതോടുകൂടി തന്നെ ഇന്നത്തെ അടുക്കളയുടെ പരിപാടിയൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.